ഹായ് ഗേൾസ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. ഇപ്പം ഈ ഒരു 2-3 ദിവസമായിട്ട് നമ്മുടെ യൂട്യൂബും ഇൻസ്റ്റയൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡാണല്ലോ നമ്മുടെ ഒലീവിയ ഡിസൈൻസിനെ പറ്റിയിട്ട്. എല്ലാവരും വീഡിയോ ചെയ്യുന്നുണ്ട്, എല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്, അവരെ കുറ്റപ്പെടുത്തുന്നുണ്ട്, ന്യായീകരിച്ച് പറയുന്നുണ്ട്, പല കാര്യങ്ങൾ പറയുന്നുണ്ട്. സോ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി, അതുകൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. എനിക്ക് പേഴ്സണലി ഈ പറയുന്ന ഒലീവിയ ഡിസൈൻസ് എന്ന് പറയുന്ന സ്ഥാപനമായിട്ട് എനിക്ക് യാതൊരുവിധ ബന്ധവും ഇല്ല. അതുപോലെ തന്നെ ആ ചേച്ചീനെ എനിക്കറിയത്തില്ല, ആ ചേട്ടനെ എനിക്കറിയത്തില്ല, അവിടെ വർക്ക് ചെയ്ത ആരെയും തന്നെ എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പം ഒരു പെൺകുട്ടി, കൺമണി എന്ന് പറയുന്നൊരു പെൺകുട്ടിയാണ് ഈ ഒരു വീഡിയോ. ആ കൊച്ചു വേറെ ഒന്നും ചോദിച്ചില്ല, അല്ല എന്താ പറയുക, ചക്ക വീണു മുയൽ ചത്തു എന്ന് പറയുന്ന ആൾക്ക് ആ കുട്ടി ജസ്റ്റ് അവൾക്ക് എന്തോ ചുമ്മാ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ഒലീവിയ ഡിസൈൻസിനെ പറ്റിയിട്ട് എന്തെങ്കിലും അഭിപ്രായമുണ്ടോ. മേ ബി അതിന് ജോലി കണ്ടിന്യൂ ചെയ്യാൻ ആ കുട്ടി അവിടെ ജോലിക്ക് 2 ദിവസം എന്തുകൊണ്ട് പോയിട്ടുണ്ട്. അതിന് ശേഷമാണ് ആ കൊച്ചു ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ റീസൺ പറഞ്ഞുകൊണ്ടായിട്ട് ആ കൊച്ചു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ അതിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. ഈ ഒലീവിയൻ്റെ കാര്യം വന്നപ്പോഴായാലും ഞാൻ അവരുടെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആ ചേച്ചി വീഡിയോ ഇട്ടതിന് ശേഷം ഞാൻ ആ ചേച്ചിയുടെ വീഡിയോ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആകെ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒലീവിയയുടെ പ്രശ്നം നടക്കുമെന്ന് പറഞ്ഞിട്ട് തമ്മിലൊക്കെ കാണുമ്പോഴേ ഞാനത് സ്കിപ്പ് ചെയ്ത് വിടുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ അത് അങ്ങനെ സ്കിപ്പ് ചെയ്ത് വിടാനുള്ള റീസൺ ഞാൻ ആദ്യം പറഞ്ഞുതരാം. നമ്മുടെ ഈ സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ, അത് എങ്ങനെ വേണേലും മാർക്ക് വേണേലും എന്ത് വേണേലും വളച്ചൊടിക്കാം. അത് എൻ്റെ ലൈഫിൽ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടിട്ട് തന്നെ വരുന്ന വാർത്തകളൊന്നും ഞാൻ അധികം വിശ്വസിക്കാറില്ല. 2 വശവും കേട്ടാൽ മാത്രമേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്നലെ അൽത്താഫേട്ടൻ പോയിട്ട് ആ ചേച്ചിനെ ഇൻ്റർവ്യൂ ചെയ്തിട്ടൊരു വീഡിയോ അൽത്താഫേട്ടൻ്റെ വ്ളോഗിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അൽത്താഫേട്ടനെ എനിക്ക് പേഴ്സണലി അറിയില്ല, പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, വിച്ചു ചേട്ടനുണ്ട്, ചേട്ടൻ്റെ ഫ്രണ്ടാണ്. അങ്ങനെ ചേട്ടൻ പറഞ്ഞിട്ട് എനിക്കറിയാം. ഞാൻ എൻ്റെ യൂട്യൂബിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ അൽത്താഫേട്ടനോട് ചോദിച്ചിട്ട് അൽത്താഫേട്ടൻ എന്നെ അറിയത്തില്ല. ഒരു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ സ്റ്റാർട്ടിങ് ടൈമിൽ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിട്ട് വിച്ചു ചേട്ടൻ ഇതാണ് അൽത്താഫേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറേ കാര്യങ്ങൾ ചേട്ടനാണ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. മോണിറ്റൈസ് ആവുന്നതും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചേട്ടനായിരുന്നു പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്കൊരു കാര്യം അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്നവരുടെങ്കിലും ചോദിക്കുന്നതല്ലാണല്ലോ. സോ അവർ യൂട്യൂബിൽ അത്യാവശ്യം ആക്റ്റീവായിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ ആദ്യം ചോദിച്ച ചേട്ടൻ്റെ അടുത്തായിരുന്നു. അങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ ആ ചേട്ടൻ എനിക്കറിയാം, പുള്ളിക്കാരൻ എന്നെ അറിയില്ല. അങ്ങനെ ആളുടെ വീഡിയോ ഇന്നലെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് നോക്കുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഈ ചേച്ചിനോട് ആ ചേട്ടൻ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ആ ചേച്ചിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പലതിനും മറുപടികളില്ല. എന്താണ് പറയേണ്ടതെന്ന് ആ ചേച്ചിക്ക് അറിയത്തില്ല. എനിക്ക് തോന്നുന്നു സഡൻലി പ്രിപ്പയർ ചെയ്യാന്നിട്ട് സഡൻലി ചെന്നുകൊണ്ടിട്ടായിരിക്കും. പുള്ളിക്കാരത്തി ഒന്നും ആലോചിച്ച് വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ആൾ ചോദിക്കുന്ന ചോദ്യത്തിനെല്ലാം ഭയങ്കരമായിട്ട് ആൾ ചോദിക്കുന്ന ചോദ്യത്തിനല്ല ആ ചേച്ചി ഉത്തരം പറയുന്നത്. ആ ചേച്ചി തിരിച്ച് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മേ ബി എല്ലാം കൈവിട്ട് പോയി എന്ന് വിചാരിച്ചിട്ടായിരിക്കും അങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നത്. എനിക്ക് ഈ അവരുടെ ആ ഒരു ഷോപ്പിനെ പറ്റിയിട്ടോ അവരുടെ ജോലിയെ പറ്റിയിട്ടോ ഒന്നും അല്ല എനിക്ക് പറയാനുള്ളത്. സോഷ്യൽ മീഡിയയുടെ കടന്നുകയറ്റം, എനിക്കതാണ് പറയാനുള്ളത്. ഇപ്പം ഈ സോഷ്യൽ മീഡിയ എനിക്ക് തോന്നുന്നു ടിക്ടോക്ക് ഒക്കെ ബാൻ ചെയ്ത്, അല്ലെങ്കിൽ കൊറോണയുടെ ആ ഒരു ടൈമിലാണ് സോഷ്യൽ മീഡിയ കുറേ കൂടെ എല്ലാവരും ആക്റ്റീവ് ആവാൻ തുടങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഓൺലൈൻ സ്ഥാപനങ്ങളെല്ലാം വളർന്നു വന്നതും ഈ കൊറോണയുടെ ടൈമിലാണ്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പലരുടെ ലൈഫിൽ നല്ലതായിട്ടും വരുന്നുണ്ട്, ചിലരുടെ ലൈഫിൽ ഇതുപോലെ ദോഷമായിട്ടും നടക്കാറുണ്ട്. ഇങ്ങനൊരു സ്ഥാപനം ഉയർന്നു വന്നതുപോലും ഈ സോഷ്യൽ മീഡിയക്കകത്ത് എല്ലാവരും ആക്റ്റീവ് ആവാൻ തുടങ്ങി. സോഷ്യൽ മീഡിയ വഴി പർച്ചേസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് പലരും ആക്റ്റീവ് ആവാനും ഇതുപോലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസൊക്കെ അറിയാൻ തുടങ്ങിയത്. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഞാൻ ഏവിയേഷനാണ് ഞാൻ പഠിച്ചിറങ്ങിയപ്പോൾ തന്നെ എനിക്കൊരു ജോലി കയറണമെന്ന് തോന്നിയിട്ട് ഞാൻ കൊല്ലത്തൊരു കോളേജിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് അവിടെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് അവിടെ എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ ഒലീവിയ ഡിസൈൻസിനെ പറ്റിയിട്ടോ എനിക്ക് അവരെ പറ്റിയിട്ടൊന്നും എനിക്കറിയത്തില്ല. ഞാൻ അറിയാത്തൊരു കാര്യം ഞാൻ പറയുന്നത് യാതൊരുവിധ അർത്ഥവും ഇല്ല. ഈ സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് അവരെ കുറ്റം പറയുന്നവരായാലും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ അനുഭവിച്ച കുറേ കുട്ടികൾ വന്നിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഞാനും ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ എനിക്ക് നെഗറ്റീവായിട്ട് ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ സാലറിയുടെ കാര്യം, അത് ഞാൻ നിങ്ങളോട് പറയാൻ കാര്യം, ഇനി ജോലിക്ക് ട്രൈ ചെയ്യുന്ന ആരെങ്കിലും ചേച്ചിമാരോ അനിയത്തിമാരോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഞാൻ ഫസ്റ്റ് തന്നെ ഏവിയേഷൻ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു ജോലിക്ക് പോകണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഏപ്രിലായിരുന്നു, 2017-18 ഏപ്രിൽ എന്തോ ആയിരുന്നു. ഒരു മിനിറ്റ് വരുന്നത്. എൻ്റെ പൊന്നടാ, ഒന്നും പറയേണ്ട ഒരുത്തൻ്റെ കമൻറ്റ് ഞാനത് ഈ സൈഡിൽ കൊടുത്തേക്കാം. ഇവനക്ക് എന്തിൻ്റെ കേടാണ് എന്ന് എനിക്ക് അറിയത്തില്ല. ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിനകത്ത് പുള്ളിക്കാരനെ കളിയാക്കിയതാണ്. എനിക്ക് ആ കമൻറ്റ് ഓക്കെ. അതിന് മുമ്പ് വേറെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു മൈൻഡ് യുവർ ഓൺ ബിസിനസ് എന്ന് പറഞ്ഞു. അതിൻ്റെ അകത്ത് വന്നിട്ട് അവൻ ഇട്ട കമൻറ്റാണ് പൊടി ചൂല്, പിന്നെ വേറെ കുറേ ഭീഷണിപ്പെടുത്തുന്ന കണക്ക്. ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. ഞാൻ നല്ല വർത്തമാനം പറഞ്ഞിട്ട് തന്നെ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ബ്ലോക്ക് ചെയ്താൽ ഇനി വരും.
ഇതൊക്കെയാണ് ഈ സോഷ്യൽ മീഡിയ. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഈ കാര്യം കൊണ്ടിട്ടാണ്. ഇവർ ഈ എന്താണ് എനിക്ക് അറിയത്തില്ല, വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു വിടുന്നതിൻ്റെ ആയിരിക്കാം, അല്ലാതെ ഞാൻ എന്തുട്ടാണ് ഇതിനെയൊക്കെ പറയേണ്ടത്. ഓരോരോ നമ്മൾ സത്യം പറഞ്ഞാൽ ഒരു ദ്രോഹവും ചെയ്യാനായിട്ട് ഇവരുടെ അടുത്തൊന്നും പോകുന്നില്ല. ഇവരൊക്കെ എന്തിനാണ് ഇങ്ങനെ നടക്കുന്നത് എനിക്ക് അറിയത്തില്ല. ഇതുപോലെ കേൾക്കണം, കേട്ടില്ലെങ്കിലേ ഉള്ളൂ. കാര്യം നമ്മൾ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതാണ്. ഒരുത്തൻ കഴിഞ്ഞ എൻ്റെ ഒരു വീഡിയോയ്ക്ക് എൻ്റെ എക്സും പറയുന്നില്ല, ഒരുത്തൻ വന്നിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്, നീ വീഡിയോ ഇടുന്നോണ്ടിട്ടല്ലേ നിന്നെ പറ്റി പറയുന്നത്. ഓഫ് കോഴ്സ് ഞാൻ ആ വീഡിയോയ്ക്ക് തന്നെ ഞാൻ പറയുന്നുണ്ട്, നമ്മുടെ നെഗറ്റീവ് ഒരാൾ പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ഓപ്പണായിട്ട് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നതുകൊണ്ടിട്ടാണ് നെഗറ്റീവ് പറയുന്നത്. സോ നമ്മൾ കേൾക്കാൻ ബാധ്യസ്ഥരാണ്. പക്ഷെ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഇതുപോലെ കുറേയൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് ഇടുവന്നേ സ്കിപ്പ് ചെയ്ത് വിടും. പക്ഷേ ഇതാണക്കുള്ള ചെറിയ ചൊറിഞ്ഞതൊക്കെ കാണുമ്പോണ്ടല്ലോ എന്താ പറയണമെന്ന് വിചാരിക്കില്ല. ഞാൻ പറയല്ല, ഞാൻ ഓപ്പണായിട്ട് പറയാം. ഞാൻ പുള്ളിക്കാരൻ്റെ അടുത്ത് വീട്ടിൽ അമ്മയുണ്ടെങ്കിൽ അമ്മേനോട് പറയാനാണ് ഞാൻ പറഞ്ഞത്. അത്രയെങ്കിലും ഞാൻ പറയണ്ടേ, ഞാൻ ഏതാണെന്ന് പോലെ. പുള്ളിക്കാരൻ്റെ പ്രൊഫൈലിൽ പുള്ളിക്കാരന് നോർമലി ചിലരൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഫേക്ക് ഐ ഡി ആയിരിക്കും. പക്ഷേ ചിലരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ ഐ ഡി ടാഗ് ചെയ്ത് കൊടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ ചിലർ ഇൻസ്റ്റഗ്രാം ഐ ഡിയൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവരൊക്കെ പോയിട്ടാണെന്ന് ഇൻസ്റ്റയിൽ പോയിട്ട് ഞാൻ സംസാരിക്കാറുണ്ട്. എന്തിനാണ് നമ്മൾ എന്ത് ദ്രോഹം അവരോട് കാണിച്ചിട്ടാണ് എന്നുള്ളത് വെച്ചിട്ട്. അതുപോലെ ഈ ഒലീവിയയുടെ വീഡിയോ ഇട്ട ആ കുട്ടി ഉണ്ടല്ലോ, ആ കുട്ടീനെ സത്യം പറഞ്ഞാൽ ആ കുസിൻ്റെ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ആ കുട്ടീൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ എൻ്റെ വീഡിയോയ്ക്ക് വന്നിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഭയങ്കര ഇതായിട്ട് എന്നെ ഒരുപാട് മോശം ഇപ്പോഴല്ല, പണ്ട് ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന ടൈമിൽ വന്നിട്ട് ആ കുറിച്ച് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതും ഒരു മരത്തെ രീതിയിലൊക്കെ കമൻറ്റ് ഇട്ടു. സോ ഞാൻ അന്ന് അതിനെ ബ്ലോക്കാക്കിയാണ്. പിന്നെ ഞാൻ അതിനെ അൺബ്ലോക്ക് ആക്കിയിട്ടില്ല. ഇപ്പോഴും ബ്ലോക്കായി തന്നെ കിടക്കുകയാണ്. ഞാൻ ഇപ്പോഴും അത് മാറ്റി വന്ന് ആ കൊച്ചിൻ്റെ വീഡിയോ കാണാനെടുക്കാനൊന്നും ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴാണ് ആ കൊച്ചിനെ ഞാൻ ഓർക്കുന്നത്. പക്ഷേ ആ കൊച്ചിനെ എനിക്ക് അറിയാം. ടിക്ടോക്കൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ അതെന്നെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. സംസാരിച്ചിട്ടില്ലെന്നേ ഉള്ളായിരുന്നു. എല്ലാ വീഡിയോസും ലൈക്ക് ചെയ്തൊക്കെ പോകുമായിരുന്നു. അതാണ് നമുക്ക് നല്ല ഉയർച്ചയൊക്കെ വരുന്ന സമയത്ത് കുറേ ആൾക്കാർ നമ്മുടെ കൂടെ കാണും. നമുക്കൊരു താഴ്ച വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒറ്റ മനുഷ്യൻ കാണൂല. ഇപ്പോൾ ഇവരുടെ കാര്യം നോക്കുകയാണെങ്കിൽ അതേ കണക്ക് തന്നെയാണ്. ഇവർ അത്യാവശ്യം ഹൈപ്പിലേക്ക് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു മറ്റുള്ള ഡിസൈനേഴ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവരടുത്ത് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഇവർ കുർത്തീസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അതും ഹാൻഡ് വർക്കൊക്കെ ഉള്ളത്. ഞാനൊരു ബുട്ടിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പം നമ്മളൊരു ഓൺലൈൻ ബുട്ടിക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിന് എത്രമാത്രം എഫേർട്ട് ഉണ്ട്, അല്ലെങ്കിൽ അതൊക്കെ എന്തുമാത്രം ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. കാര്യം ഞാൻ ചെയ്തിട്ടുള്ളതായത് കൊണ്ടിട്ട് എനിക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ വിചാരിക്കുമ്പോഴുള്ള നല്ല റിസ്ക്കാണ്. ബിക്കോസ് മെസ്സേജുകൾ നോക്കണം. ഞാൻ ഒറ്റയ്ക്കായിരുന്നു എല്ലാം ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. മെസ്സേജ് നോക്കണം, പർച്ചേസിന് പോകണം, സ്റ്റിച്ചിങ് സെൻറ്ററിൽ പോകണം, അവിടെ നിന്ന് ഡ്രസ്സ് എടുത്തിട്ട് കൊറിയർ ഓഫീസിൽ പോകണം. എല്ലാം ഞാൻ ഒറ്റയ്ക്കായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഈ ചേച്ചിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ പുള്ളിക്കാരത്തേക്ക് ഒരുപാട് സ്റ്റാഫ് ഉണ്ട്. അപ്പം നമ്മൾ സ്വന്തമായിട്ട് ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞു വരാൻ വന്നിട്ടുണ്ടായിരുന്നത് ഈ ജോലിയുടെ കാര്യം തന്നെയാണ്. ഞാൻ ഈ ചേച്ചിയുടെ കാര്യത്തിലോട്ട് ഇനി കിടക്കണമെന്ന് യാതൊരു കാര്യമില്ലായിരുന്നു. പിന്നെ എല്ലാവരും ഈ ഒലീവിയ എന്ന് പറഞ്ഞുകൊണ്ടിട്ട് പോകുന്നതുകൊണ്ടിട്ടാണ് ഞാൻ തമിഴിൽ ഒലിവിയയുടെ പിക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ഏവിയേഷൻ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഒരു കോളേജിൽ ഓഫീസ് സ്റ്റാഫായിട്ട് കയറി. അതിനുശേഷമാണ് ഞാൻ പിന്നെ എയർപോർട്ടിൽ കയറുന്നത്. ഞാൻ അവിടുത്തെ എക്സ്പീരിയൻസ് പറയാം. അവിടെ എനിക്ക് 5000 റുപ്പീസായിരുന്നു സാലറി പറഞ്ഞത്. 2018 ആണോ 19 ആണെന്ന് എനിക്ക് ഓർമ്മയില്ല. 2018 ആണെന്ന് തോന്നുന്നു. ആ സമയത്ത് 5000 എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ എമൗണ്ടാണ്. കാര്യം എൻ്റെ പഠിത്തം കഴിഞ്ഞ് ആദ്യത്തെ ഒരു ജോലിയാണ്. സോ ഞാൻ അതിന് പോയി. എനിക്ക് ഫസ്റ്റ് ടെലികോളിംഗ് ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ അകത്ത് എനിക്ക് അച്ചീവ്മെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഇത്ര സ്റ്റുഡൻസിനെ അവർക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു കോളേജായിരുന്നു കൊടുക്കണമെന്നുള്ളത്. ഞാൻ അവിടെ 2 മാസം എന്തോ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അതും ഈ ചേച്ചിയുടെ ഇവരുടെ സ്ഥാപനത്തിൽ പറയുന്ന കണക്ക് എന്താ പറയുക, ജോലിക്ക് ടാർഗറ്റ് കൊടുക്കും. ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സാലറി കട്ട് ചെയ്യും. പക്ഷേ അവർ ഫിക്സഡ് എമൗണ്ട് ആയിരുന്നു സാലറി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്ക് സാലറി ആയിരുന്നു പറഞ്ഞത്. എനിക്ക് കമ്മീഷനൊന്നുമല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സ്റ്റുഡൻസിനെ ആഡ് ചെയ്ത് കൊടുക്കണമെന്ന് കമ്മീഷനല്ല പറഞ്ഞത്, സാലറി ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ ഇപ്പോൾ ഒരു ദിവസം വൈകി ചെന്ന് കഴിഞ്ഞാൽ ഇത്ര മണിക്ക് ചെല്ലണം, ആ സമയത്ത് ചെന്നില്ല എന്നുണ്ടെങ്കിൽ സാലറി ഹാഫ് ഡേ കട്ട് ചെയ്യും. അങ്ങനെ കട്ടിങ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. 5000 സാലറി പറഞ്ഞാലും എനിക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ 3000 ഒക്കെ ആയിരുന്നു കിട്ടുന്നത്. അങ്ങനെ 2 മാസം ആയപ്പോഴത്തേന് ഞാനങ്ങ് നിർത്തി. കാര്യം ഇവിടുന്ന് അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങു കൊടുക്കണം. പോരാ, വാങ്ങു കൊടുത്ത അതാണ് കേട്ടോ ഞാൻ കട്ടാക്കിയത്. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ എനിക്ക്
കട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സാലറി 5000 പറഞ്ഞാലും കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ 3000 ആയിരിക്കും കിട്ടുന്നത്, ചിലപ്പോൾ 4000 ആയിരിക്കും കിട്ടുന്നത്, ചിലപ്പോൾ 3500 ആയിരിക്കും കിട്ടുന്നത്, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് എനിക്ക് അന്ന് 8 രൂപയായിരുന്നു ഹൈസ്കൂൾ ജംഗ്ഷൻ വരെ. ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്ന് പിന്നെ അവിടുന്ന് 8 രൂപ കോളേജ് വരെ. അങ്ങനെ മൊത്തം ഒരു 16 ഏകദേശം 10-30 രൂപ അടുപ്പിച്ചിട്ട് ഒരു ദിവസം തന്നെ എനിക്ക് വണ്ടിക്കൂലിക്കാവുന്നുണ്ട്. പിന്നെ ഇതൊരു മാസം ആകുമ്പോഴത്തേന് ഇത്ര രൂപയാവുമെന്ന് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു. പിന്നെ രാവിലെ 7 മണിയാകുമ്പോഴത്തേന് ഞാൻ വീട്ടിൽ നിന്ന് പോകും. 8 മണിയാകുമ്പോഴത്തേന് അവിടെ ചെന്ന് ഞാനായിരുന്നു കോളേജ് ഓപ്പൺ ചെയ്യുന്ന അവിടെ ചെന്നിട്ട് വൈകുന്നേരം 6 മണിയാവും വീട്ടിലെത്താൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകും. അപ്പോൾ എല്ലാം കൂടെ ചിലവ് നോക്കിയപ്പോഴത്തേന് നഷ്ടമാണ്. അങ്ങനെ ഞാൻ അതങ്ങ് നിർത്തി. പിന്നെ ഞാൻ ട്രിവാൻഡ്രത്ത് പിന്നെ ഒന്നും കൂടെ ഏവിയേഷൻ്റെ വേറെ 2-3 കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. കോഴ്സൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞു വന്നത് ഈ കാര്യമാണ്. ഇപ്പോഴെന്നല്ല, അന്നും 2018 ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പം ഓപ്പണായിട്ട് ആ ചേച്ചി ഇതുപോലെ സോഷ്യൽ മീഡിയയിലകത്ത് ആക്റ്റീവ് ആയതുകൊണ്ടിട്ട് ഇവരുടെ കാര്യങ്ങളൊക്കെ ഓപ്പണായിട്ട് പുറത്തു വന്നു. എത്രയോ കുട്ടികളുണ്ടെന്ന് അറിയാമോ ഇതേപോലെ ജോലിക്ക് കഷ്ടപ്പെട്ട് നിൽക്കുന്നത്. ടാർഗറ്റ്, അതുപോലെ തന്നെ സാലറി, സമയം വൈകി ചെന്നു, അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് സാലറി കട്ട് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. ഇതൊക്കെ കൊണ്ടിട്ട് അവരൊക്കെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. ചിലപ്പം അവർക്കും ബുദ്ധിമുട്ടുള്ളത് കൊണ്ടിട്ടായിരിക്കാം. നമുക്കിങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നമ്മൾ സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങി നമ്മൾ സ്വന്തമായിട്ടൊരു ജോലിക്ക് പോകുന്നതാണ്, സ്വന്തമായിട്ട് ജോലി ചെയ്യുന്നതാണ് നല്ലത്. ജസ്റ്റ് സ്റ്റിച്ചിങ് ഒക്കെ അറിയാവുന്നതാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ബുട്ടിക്ക് പോലെയൊക്കെ നമുക്കൊക്കെ സ്വന്തമായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. അല്ലാണ്ട് വേറൊരാളുടെ കീഴിൽ പോയിട്ട് ജോലിക്ക് നിന്ന് കഴിഞ്ഞാൽ അവിടെ നമ്മൾ അടിമയെ പോലെ തന്നെയാണ് കേട്ടോ. അത് ചെറിയൊരു പ്രൈവറ്റ് ഫോം ആയിരുന്നു നോക്കാം. ഞാൻ ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് ഞാൻ പിന്നെ സെക്കൻഡ് ടൈമിൽ ഞാൻ വർക്ക് ചെയ്തത്. അവിടെ ഞാൻ എമിറേറ്റ്സിൻ്റെ ഹാൻഡ്ലിംഗ് ആയിരുന്നു. അവിടുത്തെ എൻ്റെ ഡ്യൂട്ടി ടൈം എന്ന് പറഞ്ഞാൽ രാത്രി 12 മണി തൊട്ടിട്ട് പിറ്റേന്ന് രാവിലെ 9:30 വരെയാണ് എൻ്റെ ഡ്യൂട്ടി ടൈം. പക്ഷെ ഞാൻ അന്ന് 2 ഫ്ലൈറ്റ് ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അന്ന് K523 523 524 അങ്ങനെ എന്ന് 2 ഞാൻ മറന്നുപോയി. 2018 കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പം 2 ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു എനിക്ക്. രാത്രി ഒരെണ്ണം വരും, വെളുപ്പിനെ ഒരു 4:30 സംതിങ് 4:30 ഒന്ന് വന്ന് 5:30 പോകുന്ന ഒരു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒന്ന് വരുന്നത് 6 മണിക്ക് 8:30 വന്ന് 9:30 പോകേണ്ട ഒരു ഫ്ലൈറ്റ് ഉണ്ട്. പക്ഷേ ഇതൊക്കെ ചിലപ്പം ഡിലേ ഉണ്ടാവാം. ചിലപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 9:30 പോകേണ്ട ഫ്ലൈറ്റ് 9:30 പോകാൻ ചിലപ്പോൾ 10 മണിക്കും 10:30 ഒക്കെ പോയ ടൈമൊക്കെ ഉണ്ട്. ആ സമയത്ത് നമ്മൾ എക്സ്ട്രാ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. നമുക്ക് അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂർ, ഇപ്പോൾ 9:30 എനിക്ക് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് 9:30 ഇറങ്ങാം. പക്ഷേ 9:30 കഴിഞ്ഞിട്ട് ഞാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറിന് ഇത്ര രൂപ OT ഉണ്ടായിരുന്നു. ഓവർ ടൈം നമുക്ക് പേയ്മെൻറ്റ് കിട്ടുമായിരുന്നു കേട്ടോ, സാലറിയുടെ കൂട്ടത്തിൽ. എനിക്ക് എയർപോർട്ടിൽ നിന്ന ടൈമിൽ എൻ്റെ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അന്ന് ഡിഗ്രി ഇല്ലായിരുന്നു. ഞാൻ +2 കഴിഞ്ഞാൽ ഡയറക്റ്റ് ഏവിയേഷൻ ചെയ്തതാണ്, എന്നിട്ടാണ് ജോലിക്ക് കയറിയിട്ടുണ്ടായിരുന്നത്. സോ അന്ന് ഡിഗ്രി ഇല്ലായിരുന്നു. ഞാൻ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് ഞാൻ പിന്നെ ഡിഗ്രി എടുത്തിട്ടുണ്ടായിരുന്നത്. കാര്യം എനിക്ക് പുറത്തേക്ക് പോകാനാണ് ആഗ്രഹം. പുറത്ത് പോയിട്ട് പുറത്തെ എയർപോർട്ടിൽ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ പോയിട്ട് ഞാൻ ഷാർജ എയർപോർട്ടിൽ ഒരു വേക്കൻസിയുടെ കാര്യമൊക്കെ നോക്കുന്നുണ്ട്. ദൈവം സഹായിച്ചെല്ലാം നന്നായിട്ട് നടക്കട്ടെ എന്നേ ഇപ്പോൾ പറയാനുള്ളൂ. എൻ്റെ ഫീൽഡ് എന്താണോ എനിക്ക് അത് തന്നെ സെലക്ട് ചെയ്ത് അങ്ങനെ തന്നെ മൂവ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹം. നാട്ടിൽ സാലറി ഇല്ല, ഉള്ള കാര്യം പറയാം. എനിക്ക് അന്ന് 10,000 ആയിരുന്നു സാലറി ഉണ്ടായിരുന്നത്. അതിനകത്തുനിന്ന് എനിക്ക് PF-ഉം പിന്നെ ESCയും PF-ഉം ഒക്കെ കട്ട് ചെയ്തിട്ട് എനിക്ക് 8,000 സംതിങ് ആയിരുന്നു സാലറി ആയിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. കാര്യം 3 വർഷത്തെ ബോണ്ടായിരുന്നു അന്ന്. ആ 3 വർഷം കഴിയുമ്പോൾ നമുക്ക് ഈ കട്ട് ചെയ്യുന്ന എമൗണ്ട് നമുക്ക് തിരിച്ചു കിട്ടും കേട്ടോ. ഇതിനിടയ്ക്ക് നമ്മൾ വേണ്ടെന്ന് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ എമൗണ്ട് കിട്ടില്ല. ഞാൻ 3 വർഷം കംപ്ലീറ്റ് ചെയ്യാൻ നിന്നില്ല. 2.5 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം ഞാൻ പറഞ്ഞല്ലോ, രാത്രി 12 മണി തൊട്ടിട്ട് രാവിലെ 9:30 വരെയായിരുന്നു എനിക്ക് ഡ്യൂട്ടി ടൈം. എനിക്ക് എൻ്റേതായ എൻ്റെ ശരീരത്തിൽ എനിക്ക് പറ്റാണ്ട് വന്നു. നമുക്ക് ഇരിക്കാൻ പറ്റില്ല, ഫുൾ ടൈം നിൽക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. അന്ന് എനിക്ക് 18 വയസ്സാണ്, 19 വയസ്സ് എങ്ങാണ്ടേ ഉള്ളായിരുന്നു കേട്ടോ. ആ ടൈമിലാണ് ഞാൻ ജോലിക്ക് കയറുന്നത്. സോ ഫുൾ ടൈം നടക്കണം. കൊച്ചുകുട്ടിയാണല്ലോ, എനിക്കങ്ങ് മടുത്തു. നമുക്ക് സ്വന്തമായിട്ട് എനിക്ക് ആ ജോലിയോട് നമുക്കൊരു ഇഷ്ടമുണ്ട്, ഇഷ്ടത്തോടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. എനിക്ക് ആ ജോലിയോട് തന്നെ ഒരു മടുപ്പ് തോന്നി. എന്നിട്ട് അങ്ങനെയാണ് നിർത്തിയത്. സാലറിയും ഇല്ല, നമുക്ക് പേരാണ്. എയർപോർട്ടിലാണ് എന്ന് പറയുമ്പോൾ ആ ഒരു വെയിറ്റാണ്, എയർപോർട്ടിലാണ് എന്ന് പറഞ്ഞിട്ടൊരു വെയിറ്റാണ്, ഒരു കാര്യമില്ല. സോ ഞാനതങ്ങ് നിർത്തി.
എനിക്ക് സാലറിയുടെ കാര്യം പറയില്ല, 8,000 സംതിങ് ആയിരുന്നു കട്ടിങ് കഴിഞ്ഞിട്ട് കിട്ടുന്നത്. ആ കട്ട് ചെയ്യുന്ന എമൗണ്ട് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. 3 വർഷത്തെ ബോണ്ടായിരുന്നു. 3 വർഷം എനിക്ക് തോന്നുന്നു 35,000 ആയിരുന്നു ഞാൻ അന്ന് ബോണ്ട് ഇട്ടിട്ട്. ഈ ചേച്ചിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവർ ബോണ്ട് വാങ്ങുന്നുണ്ടെന്ന് പറയുന്നു. പ്രൈവറ്റ് ഫോമിൽ അങ്ങനെ ബോണ്ട് വാങ്ങുമോ എനിക്ക് അറിയത്തില്ല. ഞാൻ ആദ്യം ജോലിക്ക് നിന്ന സ്ഥലത്ത് അവർ ബോണ്ട് വാങ്ങുമായിരുന്നു കേട്ടോ. 10,000 5,000 എന്തോ ആയിരുന്നു തോന്നുന്നു ബോണ്ട്. അതുപോലെ തന്നെ ഇത്ര നാളത്തെ എഗ്രിമെൻറ്റ്, 1 വർഷത്തെങ്ങാണ്ട് എഗ്രിമെൻ്റ് ആയിരുന്നു ആ കോളേജിൽ പറഞ്ഞിട്ടുണ്ടായത്. ഞാൻ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാൻ നിന്നില്ല. സൈൻ ചെയ്ത് കഴിഞ്ഞാൽ 1 വർഷം കൊണ്ട് നിൽക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ 1 മാസം സാലറി ഇല്ലാതെ നിൽക്കണം. അതുകൊണ്ടിട്ട് എഗ്രിമെൻ്റ് ഒന്നും സൈൻ ചെയ്യാണ്ടിട്ട് ഞാൻ പോരുകയാണ് ചെയ്തത്. ഞാൻ ചെയ്തത് തെറ്റാണ്. കറക്റ്റ് റെസിഗ്നേഷൻ ഒന്നുമല്ല ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ പോരുന്നതാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാര്യം എനിക്ക് പറ്റില്ല എന്ന് എനിക്ക് തന്നെ തോന്നി. എനിക്ക് സാലറി കിട്ടുന്നില്ല എന്നുകൊണ്ട് ഞാൻ ജോലി ചെയ്യുന്നതിനാണ് എൻ്റെ എഫേർട്ട്, ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ അവർക്ക് ജോലി ചെയ്ത് സ്റ്റുഡൻസിനാക്കി കൊടുത്തിട്ട് അതുകൊണ്ടിട്ടാണ് ഞാൻ നിർത്തിയത്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവിടുത്തെ മിസ്സുമാരെയൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അവിടുത്തെ ഈ സാലറിയുടെ കാര്യം മാത്രമേ ഉള്ളൂ എനിക്ക് വിഷമമായിട്ട് തോന്നിയത്. വേറെ ജോലി കാര്യങ്ങളൊന്നും എനിക്ക് ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഇപ്പോഴും തോന്നുന്നില്ല. ഞാൻ അവിടെ 3 വട്ടം പിന്നെയും വർക്കിന് പോയിട്ടുണ്ട്. ഈ എയർപോർട്ടിൽ കയറുന്നതിന് മുമ്പ് എനിക്ക് ജോലിക്ക് സെലക്ഷനൊക്കെ ആയിട്ട് ഞാൻ നിൽക്കുന്ന ഒരു ടൈമിൽ ഞാൻ മിസ്സിനെ കോൺടാക്ട് ചെയ്ത്, മിസ് ഞാൻ കണക്ക് വെറുതെ നിൽക്കുകയാണ്, ഞാൻ വരട്ടെ. വെറുതെ നിൽക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല. എനിക്ക് എന്തെങ്കിലും വർക്കിന് പോകണം, പഠിത്തം കഴിഞ്ഞാൽ എന്തെങ്കിലും പോകണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ പിന്നെ അവിടെ ജോലിക്ക് പോയി. സാലറിയുടെ കാര്യമൊന്നും പിന്നെ ഞാൻ ചിന്തിച്ചില്ല. കാര്യം ഞാൻ എയർപോർട്ടിൽ പോവുകയാണല്ലോ. അപ്പോൾ ആ 1 മാസം വെറുതെ നിൽക്കേണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പോയാണ് 1 മാസം അവിടെ കാര്യമായിട്ട് തന്നെ വർക്ക് ചെയ്തു. പിന്നെയാണ് ഞാൻ എയർപോർട്ടിൽ കയറുന്നത്. എയർപോർട്ടിൽ കയറിയിട്ട് ഇതാണ് ഞാൻ പറഞ്ഞാണെങ്കിൽ സാലറിയുടെ കാര്യം. എനിക്ക് 5,000 ആയിരുന്നു അന്ന് റൂം റെൻറ്റ്. നമുക്ക് എയർപോർട്ടിൽ നിന്ന് ജോലിക്ക് വർക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്ക് റൂം അക്കോമഡേഷൻ ഒന്നും തരില്ല കേട്ടോ. നമ്മൾ സ്വന്തമായിട്ടാണ്. നമ്മുടെ എയർപോർട്ടിന് തൊട്ട് സൈഡിലായിട്ടുള്ള ഒരു ആൻറ്റിയുടെ വീട്ടിലായിരുന്നു ഞാൻ അക്കോമഡേഷൻ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. കുറേ ചേച്ചിമാരുണ്ടായിരുന്നു. അന്ന് ഞാനായിരുന്നു ഏറ്റവും കുഞ്ഞ്. ആ കൂട്ടത്തിൽ ഏറ്റവും ചെറുത് ഞാനായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ 18 വയസ്സ് കഴിയുന്ന ആ ഒരു ടൈമിലാണ് ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്യുന്നത്. അവിടെ ചെന്നതിന് ശേഷം എനിക്ക് 19 ആവുന്നത്. അപ്പോൾ ആ കൂട്ടത്തിൽ ഏറ്റവും ചെറുത് ഞാനാണ്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര കാര്യമൊക്കെയാണ്. ഇപ്പോഴും അങ്ങനെയാണ് കേട്ടോ. ഇപ്പോഴും എല്ലാവരും കോൺടാക്ട് ചെയ്യാറുണ്ട്. സന്തോഷമുള്ള കാര്യമാണ്. അത് സന്തോഷത്തോടെ തന്നെ ഞാൻ പറയും. ഇപ്പോഴും ആ ഒരു കോൺടാക്ട് നിലനിർത്തുന്നുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് സന്തോഷമുള്ള കാര്യമാണ്. ഈ സാലറിയുടെ കാര്യം ഇതാണ് പറഞ്ഞത്. 8,000 സംതിങ് ആണ് നമുക്ക് സാലറി വരുന്നത്. അതിനകത്ത് ഞാൻ 5,000 എനിക്ക് റൂമിന് അക്കോമഡേഷനായിട്ട് മാറും. പിന്നെ ഉള്ളത് 3,500. ട്രിവാൻഡ്രത്തായിരുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ വീട് കൊല്ലത്താണ്. ഞാൻ വീക്കിലി എനിക്ക് ഓഫുണ്ട്, 2 ദിവസം ഓഫുണ്ട്. ആ ഓഫിൻ്റെ ടൈമിൽ നാട്ടിലേക്ക് വരും. അപ്പോൾ 1 മാസം 4 വട്ടം വരുമ്പോഴത്തേനും എനിക്ക് എത്ര രൂപ പോവും? ഒരു വട്ടം ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു 100 രൂപ കൂട്ടുക, അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് 100 രൂപ. അങ്ങനെ 4 വട്ടം ആകുമ്പോഴത്തേനും ഒരു 800 രൂപ, ഒരു 1000 രൂപ കൂട്ടും. ബാക്കി 2,500 രൂപയുണ്ട്. പിന്നെ എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, അത്യാവശ്യം നന്നായിട്ട് കോസ്മെറ്റിക്സും കാര്യങ്ങളൊക്കെ വാങ്ങി നമ്മളത് ഉപയോഗിക്കാനാണ് ചെല്ലുന്നതുകൊണ്ട് നമുക്ക് ഫൈൻ അടിച്ച് തരുവാണ്. കുഞ്ഞ് 1 മിനിറ്റ്, ആൾ ഉറക്കമായിരുന്നു, ഉറക്കത്തിലായിരുന്നു കേട്ടോ. അങ്ങനെ നമുക്ക് അവർ പറയുന്നൊരു ബ്രാൻഡ് ഉണ്ട്. ആ ബ്രാൻഡ് തന്നെ മേടിക്കണം, ആ ഷെയ്ഡ് തന്നെ യൂസ് ചെയ്യണം. ലിപ്സ്റ്റിക്കൊക്കെ ആ ഷെയ്ഡ് തന്നെ യൂസ് ചെയ്യണം. എല്ലാവർക്കും ഒരേ ഷെയ്ഡായിരുന്നു. അതേ പറഞ്ഞ കണക്ക് ഈ ചേച്ചിയുടെ സ്ഥാപനത്തിലും ഇത് കൂട്ടിയിട്ട് മേക്കപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഫൈൻ അടിക്കുമെന്നൊക്കെ പറയുന്നത്. അതെന്തിനാണെന്ന് എനിക്ക് അറിയാൻ വയ്യ കേട്ടോ. അതെന്ന് പറഞ്ഞാൽ നമ്മൾ എയർപോർട്ട് എന്ന് പറയുമ്പോൾ ഇൻ്റർനാഷണൽ ഒരു സ്ഥാപനമല്ലല്ലോ, എന്താ പറയുക, ഒരു സെക്ടറാണ്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മളിങ്ങനെയൊക്കെ ചെയ്തില്ല, ഗ്രൂം ചെയ്യാതെ നിന്ന് കഴിഞ്ഞാൽ വരുന്ന പാസഞ്ചേഴ്സിന് അതിൻ്റേതായ മാനേജറോടെ നമ്മൾ ട്രീറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞ കണക്ക് ഞാൻ എമിറേറ്റ്സിൻ്റെ ഹാൻഡ്ലിംഗ് ആണ്, ഇൻ്റർനാഷണൽ ഫ്ലൈറ്റാണ്. സോ അതിനകത്ത് വരുന്നതെല്ലാം അത്യാവശ്യം VIPs ആയിരിക്കും. അതുപോലെ നമ്മൾ അത്ര നീറ്റായിട്ട് വേണം നിൽക്കാൻ വേണ്ടിയിട്ട്. സോ എന്നാൽ കൂടിയിട്ട് നമ്മുടെ എഫേർട്ടൊക്കെ ഇട്ട് ഇതണക്ക് ജോലിയൊക്കെ ചെയ്ത് രാത്രി ഉറക്കം ഇല്ലാണ്ടിട്ട് രാത്രി ഫുള്ള് ജോലിയൊക്കെ ചെയ്തിട്ട് നിന്നാൽ നമുക്ക് കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയായിരുന്നു. ഇപ്പം സാലറി കൂട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പം നമ്മുടെ അദാനിയാണല്ലോ. അന്ന് ഞാൻ നിൽക്കുന്ന ടൈമിൽ അതോറിറ്റി ആയിരുന്നു. സോ അന്നത്തെ സാലറി എത്രയായിരുന്നു. ഇപ്പം എനിക്ക് സാലറി കൂട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് അറിയാൻ വയ്യ കേട്ടോ, ഇപ്പോഴത്തെ കാര്യമൊന്നും എനിക്ക് അറിയാൻ വയ്യ. അതോടെ ഞാൻ നാട്ടിൽ ഇനി എയർപോർട്ടിൽ കയറുന്നില്ല എന്ന് ഒരു ഡിസിഷനിലെത്തി. കാര്യം സാലറി ഇല്ല, നമുക്ക് നിന്നിട്ട് പ്രയോജനമൊന്നുമില്ല. പിന്നെ നമുക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ഒരു എക്സ്പീരിയൻസും ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് പുറത്തേക്ക് ട്രൈ ചെയ്യാം. അങ്ങനെയായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. കല്യാണത്തിന് മുമ്പേ ട്രൈ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു വേണ്ട മോളെ, കല്യാണം കഴിഞ്ഞിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ കല്യാണം കഴിഞ്ഞതേ വാവയായി. ഇനി വാവ ഒന്ന് ഓക്കെ ആയിട്ട് വേണം എനിക്ക് റീജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ സെയിം ഫീൽഡ് തന്നെ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ നല്ല രീതിയിൽ നടക്കട്ടെ. അതാണ് ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള കാര്യങ്ങളാണ്. നമ്മുടെ കേരളത്തിൽ എല്ലായിടും ഇങ്ങനെയൊക്കെ തന്നെയാണ്.
ഒരുപാട് നമ്മൾ ഓരോരുത്തർ ഇപ്പം പ്രൈവറ്റ് സെക്ഷനിലായാലും ഗവൺമെൻറ് ജോബിലല്ല കേട്ടോ, പ്രൈവറ്റ് സെക്ഷനിലൊക്കെ ആകുമ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. ഇതിപ്പം ഞാൻ ഈ പറഞ്ഞു വന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയയുടെ ഉപയോഗമാണ് ഏറ്റവും കൂടുതൽ പുള്ളിക്കാരത്തിൻ്റെ കാര്യം വഷളാക്കിയത്. പലയിടത്തും പല കുട്ടികളും ഇതുപോലെ സാലറി ഇല്ലാണ്ടിട്ടും ഒരുപാട് വർക്ക് പ്രഷറിലും ഒക്കെ വർക്ക് ചെയ്യുന്നവരുണ്ട്. ഇവരുടെ കാര്യം ഇവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ വീഡിയോയ്ക്കകത്തല്ല എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്ന കാര്യമാണ് 3 മണിക്കൂർ ഡ്യൂട്ടി ഉള്ളു, പക്ഷേ എങ്കിൽ ഭയങ്കര എൻജോയ്മെൻ്റാണ് കാര്യങ്ങളാണ് എന്ന് വെച്ചാൽ ആ ചേട്ടൻ്റെ എന്തോ ഓഡിയോ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം ഒന്നും ഡീറ്റെയിൽഡായിട്ട് കാണാൻ പോയിട്ടില്ല. എനിക്ക് അവരെ പറ്റിയിട്ട് പറയണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവും. ഞാൻ പറഞ്ഞു വന്നത് ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ പലയിടത്തായിട്ട് നടക്കുന്നുണ്ട്. ജോലിക്ക് പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികളും ഒരുപാട് പ്രഷറും കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട്. എനിക്ക് എയർപോർട്ടിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു മേലധികാരി എന്ന രീതിയിൽ ആരും വന്നിട്ട് അങ്ങനെ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യൂലായിരുന്നു. പക്ഷേ വർക്ക് പ്രഷർ ഇതുപോലെ നൈറ്റ് ഫുള്ളായിട്ട് ഉറക്കമില്ലാണ്ടിട്ട് നിന്നിട്ട് നമുക്ക് സാലറി ഇല്ല അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേനാണ് ഞാൻ നിർത്തിയത്. എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് വന്നു. സോ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് അതൊക്കെ കൊണ്ടിട്ടാണ് ജോബ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. എന്ത് ചെയ്യാനാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അതിനുശേഷം ഞാൻ പറഞ്ഞ കോളേജിൽ തന്നെ റീജോയിൻ ചെയ്തു. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് അവർ അബ്രോഡ് സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് കമ്മീഷൻ ബേസ് ആയിരുന്നു. നമ്മളൊരു സ്റ്റുഡൻറ്റിനെ അവർ വഴിയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ കമ്മീഷൻ നമുക്ക് കിട്ടും, അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. സാലറി കൂടാണ്ടിട്ട് ഇവരുടെ കാര്യത്തിൽ സാലറി ഒന്നും ഫിക്സഡ് എമൗണ്ട് ഇല്ല. എനിക്ക് ഫിക്സഡ് എമൗണ്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എക്സ്ട്രാ നമ്മൾ സ്റ്റുഡൻസിനെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അതനുസരിച്ചുള്ള കമ്മീഷൻ കിട്ടുമായിരുന്നു. ഇത് അങ്ങനെയായിരുന്നുണ്ടെങ്കിൽ ഈ ചേച്ചിയുടെ കാര്യം ഓക്കെയാണ്. സാലറി കൊടുത്തിട്ട് ഇപ്പം മന്ത്ലി ഒരു 10,000 സാലറി പറഞ്ഞിട്ട് ആ സാലറിയോടൊപ്പം തന്നെ ഇവർ സെയിൽ ചെയ്യുന്ന പ്രോഡക്റ്റിന് ഇത്ര രൂപ കമ്മീഷൻ എന്നായിരുന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടികൾക്ക് കുറച്ചുകൂടെ ബെനിഫിറ്റ് ആയിരുന്നു. ഒരുപാട് പേര് പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ട് ഇവരോട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇവരുടെ എന്ന് പറഞ്ഞാൽ 10 days ട്രെയിനിങ് പീരീഡ് ആ ടൈമിൽ സാലറി ഇല്ല. അത് ഒരുവിധം എല്ലാ പ്രൈവറ്റ് സെക്ഷനിലും അങ്ങനെയാണ്. ഞാൻ വർക്ക് ചെയ്ത 2 എയർപോർട്ടിൽ അങ്ങനെ അല്ലായിരുന്നു കേട്ടോ. ട്രെയിനിങ് ടൈമിൽ നമുക്ക് സാലറി തരും. പക്ഷേ എനിക്ക് 2 ദിവസം കൊണ്ടേ ഉള്ളൂ ട്രെയിനിങ്. ആ ടൈമിൽ സാലറി ഇല്ല, ബാക്കിയുള്ള ടൈമിലെല്ലാം നമുക്ക് സാലറി തരും. ഇവരുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്ത ആദ്യത്തെ കോളേജിലായാലും ഇത്ര ദിവസം ട്രെയിനിങ് ആണ് എന്ന് പറഞ്ഞിട്ട് 10 ദിവസത്തെ സാലറി ഇല്ലായിരുന്നു. അത് ഒരുവിധം എല്ലാവരും അങ്ങനെ തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ സ്വന്തമായിട്ടൊരു അടുത്താണ് ജോലിക്ക്, നമ്മൾ സ്വന്തം കമ്പനിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആരെയും നോക്കേണ്ടതില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ കട്ടിങ് അവർക്ക് എങ്ങനെ പൈസ ഉണ്ടാക്കാം എന്നേ അവർ ചിന്തിക്കത്തുള്ളൂ. നമുക്ക് എങ്ങനെ പൈസ ഉണ്ടാക്കി തരാമെന്ന് അവർ ചിന്തിക്കത്തില്ല. അവരുടെ കാര്യങ്ങൾ അവർ ചിന്തിക്കത്തുള്ളൂ. എല്ലാവരും നല്ലതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഈ സോഷ്യൽ മീഡിയയുടെ കടന്നുകയറ്റം തന്നെയാണ് ഏറ്റവും കൂടുതൽ കുഴപ്പമാക്കിയത്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കി, ഈ സോഷ്യൽ മീഡിയ വന്നില്ലായിരുന്നുണ്ടെങ്കിൽ ഇവർ ഇത്രമാത്രം ഉയർന്നു പോവില്ലായിരുന്നു. അവരുടെ കാര്യങ്ങളൊന്നും പുറലോകം അറിയില്ലായിരുന്നു. ഇതൊരു ചർച്ചാ വിഷയം ആകില്ലായിരുന്നു. മുമ്പുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മുമ്പത്തെ എനിക്ക് തോന്നുന്നു പഴയ ലൈഫ് തന്നെയായിരുന്നു ഏറ്റവും ബെറ്റർ. ഞങ്ങളുടെ ഒരു കാര്യം വന്നുകൊണ്ടിട്ട് എനിക്കറിയാം, ഞാനൊരു ന്യൂസ് കണ്ടു കഴിഞ്ഞാൽ എല്ലാം ഒന്നും ഞാൻ വിശ്വസിക്കില്ല. ഇപ്പം ഈ ഇടയ്ക്ക് ഇന്നലെയാണെന്ന് തോന്നുന്നു, കല എന്ന് പറയുന്നൊരു ചേച്ചീനെ കൊന്നിട്ട് സെപ്റ്റിക് ടാങ്കിൽ ഇട്ടു എന്നും പറഞ്ഞുകൊണ്ടിട്ടുള്ള വാർത്തയാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ ചിന്തിച്ചൊരു കാര്യം, ന്യൂസ് റിപ്പോർട്ടേഴ്സൊക്കെ ഉറപ്പിച്ച് അവരുടെ ആണ് എന്ന കാര്യം അവർ ഉറപ്പായിട്ട് പറഞ്ഞു. അവരെയാണ് ഏറ്റവും കൂടുതൽ എനിക്ക് വെറുപ്പ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യം എന്താണെന്ന് അറിയാതെ ഇവന്മാരെ വായി തോന്നി അവരുടെ റീച്ചിന് വേണ്ടിയിട്ട് അവർ വായി തോന്നിയ കാര്യങ്ങളാണ് വിളിച്ച് പറയുന്നത്. ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്, ഇതിൻ്റെ അകത്ത് നിന്ന് അവരുടെ ഇത്ര വർഷം ആയതുകൊണ്ടിട്ട് എല്ലാം ദ്രവിച്ചു പോയി എന്ന് വിചാരിക്കുക. അവരുടെ എല്ലാ കാര്യങ്ങളും ഒന്നും കിട്ടിയില്ല. ആ ചെക്കൻ ആ ചേച്ചിയുടെ മകൻ വന്നിട്ട് പറയുന്നുണ്ട്, സെപ്റ്റിക് ടാങ്കിനകത്ത് മുടി കിട്ടിയെന്ന് വിചാരിച്ചിട്ട് അത് എൻ്റെ അമ്മയുടെ ആണെന്ന് എങ്ങനെ പറയും? കാര്യം ആ വീട്ടിൽ ഒരുപാട് സ്ത്രീകളുണ്ട്. അതിൻ്റെ റിപ്പോർട്ട് വന്നതിന് ശേഷം DNA ടെസ്റ്റോ കാര്യങ്ങളോ കഴിഞ്ഞതിന് ശേഷം പറഞ്ഞാൽ ഓക്കെ. അതിനു മുമ്പ് ഇങ്ങനെ പറയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടി ചോദിക്കുന്നത്, അവൻ +1 പഠിക്കുകയാണ്, അവൻ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇവരൊക്കെ ഉറപ്പിച്ച് കഴിഞ്ഞു. പിന്നെ അതാണെങ്കിൽ പോലീസുകാർ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെങ്ങോട്ടും വരും. അനുഭവമാണ്, ഉള്ള കാര്യം പറയാമല്ലോ. പൈസ എവിടെയുണ്ടോ അവർ അതനുസരിച്ച് അവർ നിൽക്കും. ഇത് അവർ ഉറപ്പിച്ച് പറഞ്ഞു. ഇത് കണക്ക് പ്രൂഫോ കാര്യങ്ങളൊന്നും കിട്ടാണ്ടിട്ട് തന്നെ അവർ പറഞ്ഞു എന്താ ഇവർ പ്രതികളാണ്, 4 പ്രതികളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് 3 പേരെ അറസ്റ്റ് ചെയ്തു. ഒരാൾ ഇസ്രയേലിലാണ്, മെയിൻ പ്രതി ഇസ്രയേലിലാണ്. അതുകൊണ്ടിട്ട് അയാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നത്തെ വാർത്തയിൽ വന്നൊരു വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ കലയെ കൊന്നിട്ട് സെപ്റ്റിക് ടാങ്കിൽ നിന്ന് എടുത്ത് വേറെ എവിടെയോ മറവ് ചെയ്തു എന്ന് സംശയിക്കുന്നു. കാര്യം കലയുടേതെന്ന് വിചാരിക്കുന്നു ഒന്നും തന്നെ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് കിട്ടിയില്ല. ഇച്ചിരി മൂളുള്ളവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും.
അതാണ് നമ്മുടെ സമൂഹം. പിന്നെ ഈ മാധ്യമങ്ങൾ പറയുന്ന എല്ലാം ഉള്ളത് എന്ന രീതിയാണ് പലരും നിൽക്കുന്നത്. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇരുന്ന് ഇവരുടെ കാര്യം പറയാനൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ തന്നെയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ അവരുടെ കാര്യം വെച്ചുകൊണ്ട് എനിക്കൊരു വീഡിയോ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഒരുപാട് പേര് ഇവരുടെ പേര് വെച്ചുകൊണ്ടിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. പലരും എന്താണ് ഏതാണ് എന്നറിയാനുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്ത് പറയുകയല്ല, അവർ ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്. അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫുൾ സൈസ് ഫോട്ടോ ചോദിക്കുന്നുണ്ട്. പിന്നെ അവരുടെ അല്ലാണ്ടുള്ള സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന കുട്ടികൾക്ക് കുഴപ്പമൊന്നുമില്ല. ഇതുപോലുള്ള ചിലപ്പോൾ പാവപ്പെട്ട വീട്ടിലെ കുട്ടികളായിരിക്കും എങ്ങനെ ചൂഷണം ചെയ്യുന്നു എന്നുള്ള കാര്യം നമുക്കറിയാൻ പറ്റില്ല. അവരുടെ വീട്ടിൽ തന്നെയാണ് അവർ സ്ഥാപനം നടത്തുന്നത്. നമുക്ക് പല രീതിയിൽ ചിന്തിക്കാം, മനസ്സിലായോ? ആ കുട്ടികൾ ചിലപ്പോൾ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അവർക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ടിട്ട് അങ്ങനെ നിൽക്കുന്നതാണോ, ഭീഷണിപ്പെടുത്തി നിർത്തിയേക്കുന്നതാണോ എന്ന് പോലും അറിയാൻ. സത്യം പറഞ്ഞാൽ ഇതിന് നല്ലൊരു അന്വേഷണം വേണമെന്ന് തന്നെയാണ് ഹെലൻ്റെ കാര്യം ഞാൻ പറയട്ടെ. ഞാൻ ആ കുട്ടിയുടെ വീഡിയോ കണ്ടു. കാര്യം എനിക്കിഷ്ടമാണ് അവൾ എല്ലാ വശവും ചിന്തിച്ചിട്ട് അവൾ ഓപ്പണായിട്ട് കാര്യം പറയത്തുള്ളൂ. ഹെലോസ് പാർട്ടിയല്ലേ ആ കുട്ടിയുടെ കാര്യമാണ് പറഞ്ഞത്. ഞങ്ങളുടെ ഒരു പ്രശ്നം വന്നപ്പോൾ തന്നെ അവൾ പറഞ്ഞൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഏതാണെന്ന് നമ്മൾ 2 വശവും അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്താണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ടിട്ട് ഞാൻ അവളുടെ എല്ലാ വീഡിയോയും കാണാറുണ്ട്. പിന്നെ ഏറ്റവും കൂടുതലുണ്ടല്ലോ ഇതുപോലുള്ള യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് പലരും പലതും വിലയിരുത്തുന്നത്. എനിക്ക് അനുഭവം ഉണ്ട്, അതുകൊണ്ടിട്ടാണ് കേട്ടോ. ഞാൻ എൻ്റെ ഈ ഒരു പ്രശ്നം കഴിഞ്ഞ് ഞങ്ങൾ ആദ്യം തന്നെ ഞാൻ കോൺടാക്ട് ചെയ്തത് നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് സായി ചേട്ടനെയാണ്. ചേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ ചേട്ടാ ഇതുപോലെയാണ് കാര്യങ്ങൾ, ഇന്നതുപോലെയാണ്, നമ്മൾ ലീഗലി മൂവ് ചെയ്യാനിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം ആ ചേട്ടൻ കുറേ അഡ്വൈസ് വന്നിട്ടുണ്ടായിരുന്നു. കാര്യം ഞാൻ ചിന്തിച്ചത് എന്താണെന്ന് അറിയാമോ, ഇവർക്ക് എന്തൊക്കെയോ അറിയാം, അതുകൊണ്ടിട്ടാണ് അവർ വീഡിയോ ചെയ്യുന്നത്. അങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിച്ചത്. അപ്പം നമ്മുടെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവർക്ക് പറയാൻ പറ്റുമല്ലോ എന്ന്. സത്യം പറഞ്ഞാൽ ഒന്നും ഇല്ല കേട്ടോ, ചുമ്മാ ഇരുന്ന് പലരും വീഡിയോ ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞ കണക്ക് ആദ്യമേ പറഞ്ഞ കണക്ക് അൽത്താഫേട്ടൻ, ഞാൻ കയ്യിൽ എന്തെങ്കിലും എടുത്ത് കൊടുക്കട്ടെ ഒരു മിനിറ്റ്. ഈ അൽത്താഫേട്ടൻ എന്ന് പറയുന്ന ആള് നമ്മുടെ പുള്ളിക്കാരൻ ആ ചേച്ചീൻ്റെ വീട്ടിൽ ചെന്നിട്ട് അവരുടെ വീഡിയോ ആണ് ഇട്ടത്. അതാണിട്ട് എനിക്ക് കോമഡി ആയിട്ട് തോന്നിയത്. പുള്ളിക്കാരത്തി പറയുന്നത് എല്ലാം തെറ്റാണ്, അല്ലെങ്കിൽ അവരെ തന്നെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു. അതിനകത്ത് നമുക്കറിയാം എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട് എന്ന് കേട്ടാൽ തന്നെ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. പുള്ളിക്കാരത്തിയുടെ കമൻറ്റ് ബോക്സ് എല്ലാം ഓഫാക്കിയിട്ട് അവരുടെ ആ ഒരു സ്ഥാപനം ക്ലോസ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് എന്തിന് നമ്മൾ തെറ്റ് ചെയ്തവരാണെങ്കിൽ നമ്മൾ പേടിക്കണം, തെറ്റ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. അതുപോലെ അവിടുത്തെ എന്തൊക്കെയോ എനിക്ക് തോന്നുന്നു 4 മാസം മുമ്പോ 2 വർഷം മുമ്പോ എന്താണെന്ന് തോന്നുന്നു അവിടുത്തെ സ്റ്റാഫിനെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞുകൊണ്ടിട്ടുള്ള കേസൊക്കെ ആണ്. കുഞ്ഞു കാര്യം തൊട്ട് ഞാൻ എൻ്റെ കാര്യം ഇതാണ് എനിക്ക് പറയാനുണ്ടായിരുന്നത്. ഇവരുടെ കാര്യം മാത്രമല്ല, ഈ സോഷ്യൽ മീഡിയ ആണ് കേട്ടോ. നിങ്ങൾ എല്ലാവരും പറയുന്നൊന്നും വിശ്വസിക്കാൻ നിൽക്കരുത്. ഈ സോഷ്യൽ മീഡിയ വഴി വരുന്നൊന്നും എല്ലാം ഒന്നും വിശ്വസിക്കാൻ നിൽക്കരുത്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. കാര്യം സോഷ്യൽ മീഡിയയുടെ കടന്നായിട്ട് ഒരുപാട് കൂടുതലാണ്, പക്ഷെ അനുഭവിച്ച കുട്ടികളുണ്ട്. ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ ലീഗലി തന്നെ, നിങ്ങളുടെ കയ്യിൽ എവിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലീഗലി മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ ചെയ്തത് തെറ്റാണ്, ആ ലേഡി ചെയ്തത് തെറ്റാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് അർഹതപ്പെട്ട ശിക്ഷ അവർക്ക് കിട്ടട്ടെ. എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷ. എല്ലാവരും ഒരുപാട് പ്രതീക്ഷയോടെയാണ് ജോലിക്കൊക്കെ പോകുന്നത്. ഇന്ന കാര്യങ്ങൾ ഇന്നതുപോലെ നടക്കണം, അല്ലെങ്കിൽ അതുപോലെയൊക്കെ എനിക്ക് ആവാൻ പറ്റും എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടായിരിക്കും പോണത്. കള്ളങ്ങൾ പറഞ്ഞ് നമ്മൾ നേടുന്ന ഒന്നും നിലനിൽക്കില്ല. സോ ജോലിക്കൊക്കെ പോകുന്നതിന് മുമ്പ് ആലോചിച്ചും കണ്ടും മാത്രം നിങ്ങൾ ജോലിക്ക് പോവുക. ആദ്യം തിരക്കുക. ഒരു പേപ്പറിൽ പോയിട്ട് സൈൻ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് നമ്മളത് വായിച്ച് നോക്കി 10 വട്ടം ചിന്തിക്കുക. ഞാനിവിടെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും പ്രോബ്ലം വരുമോ, സാലറിയുടെ കാര്യങ്ങൾ, നമ്മുടെ വീട്ടുകാരുടെ കാര്യങ്ങളെല്ലാം ചിന്തിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ജോലിക്ക് പോവുക. ബിക്കോസ് നമ്മുടെ സമൂഹം ഇങ്ങനെയാണ്. എല്ലാവരുടെയും സ്വന്തമായിട്ട് പണം എങ്ങനെ ഉണ്ടാക്കാം എന്ന് മാത്രമേ എല്ലാവരും ചിന്തിക്കുള്ളൂ. നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് തന്നെയാണ്. വീട്ടിലിരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലതെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ പലരുടെയും വായിലിരിക്കുന്ന ആട്ടും തുപ്പൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരും. അനുഭവം ഉള്ളതുകൊണ്ടിട്ടാണ് കേട്ടോ പറഞ്ഞത്. ഞാൻ പറഞ്ഞ എന്തെങ്കിലും തെറ്റായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഞാൻ എൻ്റെ അനുഭവം നിങ്ങളോട് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞ കണക്ക് എനിക്ക് ആ ലേഡീനെ എനിക്ക് പേഴ്സണലി എനിക്കറിയില്ല. എനിക്ക് അവരെ ന്യായീകരിച്ച് പറയാനും എനിക്ക് താല്പര്യമില്ല, അവരെ പറ്റി നെഗറ്റീവ് പറയാനും എനിക്ക് താല്പര്യമില്ല. കാര്യം എന്താണ് ഏതാണ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയാം. നമ്മളൊരു കാര്യത്തെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്തിട്ട് കാര്യമില്ലല്ലോ. സോ അതുകൊണ്ടിട്ട് പിന്നെ ഈ ജോലിക്ക് പോകാൻ നിൽക്കുന്നവരോട് ഞാനൊരു അഡ്വൈസ് തന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ. ടേക്ക് കെയർ.